നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കും പല ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ട്. വാട്സപ്പിന്റെ ബിസിനസ് API എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ പല ആളുകൾ ഉപയോഗിക്കാത്തൊരു സംഭവമാണ്. വളരെ ചുരുങ്ങിയ ചെലവിൽ കസ്റ്റമേഴ്സിനെ എന്ത് ചെയ്യുക, ഹാപ്പി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അടുത്ത ബിസിനസ് നമുക്ക് ഉണ്ടാകാൻ പറ്റുന്ന സെറ്റപ്പ് അതിലുണ്ടെന്നുള്ളതാണ്. അത് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ഒരു മെസ്സേജ് ഇനിഷ്യേറ്റ് ചെയ്യാൻ വരുന്നത് എന്താണ്, 50 പൈസ മുതൽ ₹1 വരെയാണ് വരുന്നത്. പക്ഷേ ആ ഒരു മെസ്സേജ്, ഒരു കോൺവെർസേഷൻ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്താൽ 24 hours പിന്നെ അയാൾ നടത്തുന്ന എല്ലാ കോൺവെർസേഷനും എന്താണ്, ഫ്രീ ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ബുക്കിംഗ് സർവീസോ ഒരു ഡോക്ടർ സർവീസോ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്തിനുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം, ഓരോ സമയം ടൈം പീരീഡിലും കൊടുക്കേണ്ട ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാണ് നമ്മൾ കൊടുക്കുമ്പോൾ ആ കസ്റ്റമർ എന്ത് ചെയ്യാണ്, കറക്റ്റ് ഇൻഫർമേഷൻസിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യാണ്, കൺവേർഷൻ കൂടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ്, അയാൾ വീണ്ടും നമ്മളെ സർവീസ് എടുക്കാൻ വരുന്നത്. ഇപ്പോൾ ഒരു ബസ് ബുക്ക് ചെയ്യുന്നതിനൊക്കെ എന്തുണ്ട്, ബസ് ബുക്ക് ചെയ്യുന്ന ഡ്രോപ്പിംഗ് പോയിന്റ്, അതിൻ്റെ പിക്കപ്പ് പോയിന്റ്സ്, എപ്പോഴാണ് ബസ് എത്തുന്നത്, ബസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സർവീസ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാണ്, നമുക്ക് താങ്ക് യു മെസ്സേജ് കൊടുക്കുകയാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള ഫോം കൊടുക്കുകയാണ്. ഇതെല്ലാം 24 hours എന്ത് ചെയ്യാണ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇവർക്ക് ആകെ ചിലവ് വരുന്നത് എന്താണ്, വെറും ₹1 ചിലവാണ്. ഫസ്റ്റ് ഇനീഷ്യൽ മെസ്സേജ്, കൺഫർമേഷൻ മെസ്സേജ് കൊടുത്ത് അവിടുന്ന് മുതലുള്ള ഈ കോൺവെർസേഷനാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ ഓരോരുത്തരും എന്ത് ചെയ്യുന്നത്, ഈ ബിസിനസ്സിലേക്ക് വീണ്ടും എത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ എന്ത് ചെയ്യുക, ഈ വളരെ കുറഞ്ഞ ചിലവിലുള്ള ഈ സംഭവം എന്ത് ചെയ്യുക, നല്ല നല്ല പ്ലാറ്റ്ഫോമുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അത് വെച്ച് ചെയ്യാവുന്നതാണ്.